ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ലൈലത്തുൽ ഖദ്ർ. വിശുദ്ധമായ റമളാനിനെ കുറിച്ച് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫീഹാ ലൈലത്തുൽ ഖദ്ർ അല്ലതി ഹിയ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള ഒരു രാവ് ഈ റമളാനിലുണ്ടെന്നാണ്. റമളാനിന്റെ മഹത്വം ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഇറങ്ങി എന്നതാണെങ്കിൽ അത് റമളാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലായിരുന്നു എന്ന് കാണാം. അതല്ലേ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ബറകത്താക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ് നമ്മൾ വിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഖുർആൻ ഇറക്കപ്പെട്ട വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവിനെ നമ്മൾ ഹയാത്താക്കണം. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബാ, അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും, നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടും. അപ്പോൾ വിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു കുറ്റവും ബാക്കിയില്ലാത്ത വിധം നമുക്ക് റമളാനിനെ പറഞ്ഞേക്കാൻ സാധിക്കണമെങ്കിൽ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ ബഹുമാനിക്കണം, ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ ഹയാത്താക്കണം, ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ ആദരവോടെ കാണണം. എപ്പോഴാണ് ലൈലത്തുൽ ഖദ്ർ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഒരു റമളാനിൽ ഹബീബായ തങ്ങൾ ആദ്യത്തെ റമളാനിൽ സ്വഹീഹ് മുസ്ലിമിൽ ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. മുത്തുനബി തങ്ങൾ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ ഇഅ്തകഫൽ അശ്റൽ അവ്വല മിൻ റമളാൻ, റമളാനിലെ ആദ്യത്തെ 10 മുത്തുനബി തങ്ങൾ ഇഅ്തികാഫിരുന്നു. മുത്തുനബി തങ്ങൾ ഇഅ്തികാഫിരുന്നു നോക്കി. സുമ്മ ഇഅ്തകഫൽ അശ്റൽ ഔസത, പിന്നെ നടുവിലെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരുന്നു. അങ്ങനെ ഫീ ഖുബ്ബത്തിൻ തുർക്കിയ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ ഒരു പ്രത്യേകമായ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ 2:10 കഴിയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് സംസാരിക്കുകയാണ്, ജനങ്ങളോട് അടുത്തു വരാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ആദ്യത്തെ 10 ഞാൻ ഈ പള്ളിയിൽ ഇത്തികാഫിരുന്നത് നമ്മുടെ ഈ മഹത്തായ രാവുണ്ടല്ലോ ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്ർ ഒന്ന് എനിക്ക് കിട്ടണം, ലൈലത്തുൽ ഖദ്ർ എനിക്ക് ആസ്വദിക്കാൻ കഴിയണം എന്ന നിലക്കാണ് ഞാൻ ഒന്നാമത്തെ 10 ഇത്തികാഫിരുന്നത്. നടുവിലെ 10 ഞാൻ ഇത്തികാഫിരുന്നത് ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെട്ടു പോകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് സ്വഹാബാ. ഇങ്ങനെ 2:10 അവസാനിക്കുന്ന സമയത്താണ് സുമ്മ ഉതീതു, എന്റെ അടുക്കലേക്ക് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. എനിക്ക് വിവരം ലഭിക്കുന്നു. ഫഖീല ലീ, എന്നോട് അവർ പറയുന്നു, മുത്തുനബി തങ്ങളെ ഇന്ന
ഇന്നഹാ ഫിൽ അശ്റിൽ അവാഖിർ ലൈലത്തുൽ ഖദ്ർ ആദ്യത്തെ 10-ലല്ല, ലൈലത്തുൽ ഖദ്ർ നടുവിലത്തെ 10-ലല്ല, ഇന്നഹാ ഫിൽ അശ്റിൽ അവാഖിർ ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10-ലാണ്. ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10-ലാണ്. നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബ ഫമൻ അഹബ്ബ മിൻകും അൻ യഅ്തകിഫ, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഇഅ്തികാഫ് ഇരിക്കണമെന്ന താല്പര്യമുണ്ടോ? പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് ഇരുന്ന് ഭൗതികമായ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിന്ന് യജമാനനായ റബ്ബിലേക്ക് ഹൃദയം തിരിച്ച് ഇഅ്തികാഫ് ഇരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഫൽയഅ്തകിഫ്, ഇനിയുള്ള ദിവസം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസം അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കട്ടെ. മുത്തനബി തങ്ങൾ ഇത് പറയലോടുകൂടെ ഫഅ്തകഫന്നാസു മഅഹു, ഹബീബായ തങ്ങളുടെ സ്വഹാബത്ത് മുഴുവനും മുത്തനബി തങ്ങളോടുകൂടെ മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ട് മുത്തനബി തങ്ങൾ പറയുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുത്തനബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഖാല വ ഇന്നി ഉരീതുഹാ, എനിക്ക് മനസ്സിലാകുന്നത് ലൈലത്തുൽ വിത്രി, ഈ ലൈലത്തുൽ ഖദ്ർ ഒറ്റയായ രാത്രിയിലാണെന്നാണ് മനസ്സിലാകുന്നത്. അവസാനത്തെ 10-ലെ ഒറ്റയായ രാവ്, 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, 5 ഒറ്റയായ രാത്രികളാണുള്ളത്. ഈ ഒറ്റയായ രാത്രിയിലാണ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മുത്തനബി തങ്ങൾ പറയാം. മാത്രമല്ല, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ അടുത്ത ഒരു അടയാളം മുത്തനബി തങ്ങൾ പറയാണ്, വ ഇന്നി അസ്ജുദു സബീഹതഹാ ഫീ തീനി വമാ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി കഴിയലോടുകൂടെ പിറ്റേന്ന് സുബ്ഹിക്ക് ഞാൻ സുജൂദ് ചെയ്യുന്നത് അത് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലുമായിരിക്കും. എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് നനഞ്ഞ മണ്ണിലായിരിക്കും ഞാൻ സുജൂദ് ചെയ്യുക. അത് പറയാൻ കാരണം, അന്ന് മദീനത്തെ പള്ളിയിൽ കൃത്യമായ മഴ തടുക്കാൻ വേണ്ടി മാത്രം പോന്ന നല്ല മേൽക്കൂരയില്ല അന്ന് മദീനത്തെ പള്ളിക്ക്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ചെറിയ ഒരു മഴ എന്തായാലും ഉണ്ടാകും. ആ മഴ വർഷിച്ച് പള്ളിയുടെ ഉള്ളിലേക്ക് വെള്ളമെത്തി നനഞ്ഞു കുതിർന്ന മണ്ണിലായിരിക്കും സുബ്ഹി നിസ്കരിക്കുക എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു. അപ്പോ ലൈലത്തുൽ ഖദ്ർ റമദാനിലെ അവസാനത്തെ 10-ലാണെന്നും ആ അവസാനത്തെ 10-ൽ തന്നെ ഒറ്റയായ രാത്രിയിലാവാനാണ് കൂടുതൽ സാധ്യതയെന്നും, അതോടൊപ്പം അന്നത്തെ രാത്രി ചെറിയ ഒരു മഴ പെയ്ത് മണ്ണ് നനയുമെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനത്തെ 10-ൽ സ്വഹാബത്ത് 21-ാമത്തെ രാവ് മുതൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. അങ്ങനെയാണ് വ ഇന്നി ഉരീതുഹാ ലൈലത്തുൽ വിത്രി വ ഇന്നി അസ്ജുദു സബീഹതഹാ ഫീ തീനി വമാ എന്ന് പറഞ്ഞിട്ട് മുത്തനബി തങ്ങൾ പറയുകയാണ്, ഫഅസ്ബഹ മിൻ ലൈലത്തി 21. അന്നത്തെ ആ 21-ാമത്തെ രാവിലെ തന്നെ 21-ാമത്തെ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ വഖദ് ഖാമ ഇല സുബ്ഹി, സുബ്ഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഫമുതിറത്തിസ് സമാ, അതേ ആകാശം മഴ വർഷിപ്പിച്ചിട്ടുണ്ട്. ഫവഖഫൽ മസ്ജിദു ഫഅബ്സറതു തീന വൽ മാ, അതേ പള്ളിയിലേക്ക് നോക്കുമ്പോൾ പള്ളി നനഞ്ഞു കുതിർന്നിട്ടുണ്ട്, മണ്ണിൽ വെള്ളം നനഞ്ഞിട്ടുണ്ട്. ഫഖറജ ഹീന ഫറഗ മിൻ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മുത്തനബി തങ്ങൾ വിരമിക്കുമ്പോൾ വജബീനുഹു
വറൗസതു അൻഫിഹി ഫീഹി മദ്ദീനു വൽ മാ. മുത്തുനബി തങ്ങളുടെ നെറ്റിത്തടത്തിലും മുത്തുനബി തങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തും അതേ വെള്ളത്തിന്റെ നനവുണ്ട്, മണ്ണിന്റെ അടയാളമുണ്ട്. സഹാബത്ത് പറയാണ് വഇദാ ഹിയ ലൈലത്തു 21 മിനൽ അശ്റിൽ അവാഖിർ. ലൈലത്തുൽ ഖദർ അതിന്റെ അടയാളം പറഞ്ഞ ഈ ഒരു അടയാളം മഴ പെയ്ത് കുതിർന്ന് നനഞ്ഞ മണ്ണിലായിരിക്കും സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യമുണ്ടായത് അത് 21ാമത്തെ രാവിനായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളൊക്കെ പറഞ്ഞത് ലൈലത്തുൽ ഖദർ 21ാമത്തെ രാവിനായിരിക്കുമെന്ന്. ഞാനിത് എന്തിനാണ് ഇപ്പൊ പറയണത്? 20ാമത്തെ രാവ് കഴിഞ്ഞ് 21ാമത്തെ രാവ് വരാനിരിക്കാം. ഇന്ന് മഗ്രിബ് ബാങ്ക് കൊടുക്കലോട് കൂടെ മുഅ്മിനീങ്ങളെ മുത്തുനബി തങ്ങൾ ഈ പറഞ്ഞ മുത്തുനബി തങ്ങളുടെ കാലത്തിൽ നടന്ന സംഭവം സംഭവിക്കുകയും ലൈലത്തുൽ ഖദർ ആണെന്ന് മഹാന്മാര് പറയുകയും ചെയ്ത വളരെ പവിത്രമായ രാത്രിയാണ് ഈ വരാനിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ലൈലത്തുൽ ഖദറിനെ നമ്മൾ കാര്യമായി മുതലെടുക്കണം. അല്ലാഹു തആല ഇങ്ങനെ ഒരു അവസരം തന്നിട്ട് ആ അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നാൽ ലൈലത്തുൽ ഖദർ ആയാൽ അന്ന് കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മുത്തുനബി തങ്ങളെ ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യമായാൽ ഞാൻ അന്ന് കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആയിഷ നിങ്ങൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫൂൻ, നീ വല്ലാതെ മാപ്പ് ചെയ്യുന്നവനാണ്, വല്ലാതെ അഫൂ ചെയ്യുന്നവനാണ്, പുറത്തു തരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ഏതു പാപിക്കും പുറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക എന്നുള്ളത് റബ്ബേ നിനക്ക് വലിയ ഇഷ്ടമാണ്, നിനക്ക് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് താ അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ് എന്നുള്ള ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അങ്ങനെ തന്നെ ചൊല്ലണം. അല്ലാതെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്താണ് ഈ ചൊല്ലണമെന്ന് അറിയില്ല, ആ രീതിയിലാവും. മറിച്ച് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇങ്ങനെ ഈ മൂന്ന് കലാമുകളാണ് അതിനുള്ളത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ മാപ്പ് തരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നിനക്ക് മാപ്പ് തരാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് മാപ്പ് തരണേ അല്ലാഹ് എന്ന അർത്ഥം വരുന്ന ഈ പ്രാർത്ഥനയാണ് ആ ദിവസം കൂടുതലായി നമ്മൾ ചൊല്ലേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദീർഘമായ സമയം നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നവർ ദീർഘമായ സമയം നിന്ന് നിസ്കരിക്കണം. വിശുദ്ധമായ ഖുർആനാണല്ലോ ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. ഖുർആൻ ഓതാൻ കഴിയാത്ത, അതുപോലെ തന്നെ നിസ്കരിക്കാൻ കഴിയാത്ത സ്ത്രീകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ആ ഉമ്മമാര് വിഷമിക്കേണ്ട. ആയിഷത്തുമ്മയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ആ ദിക്ർ അങ്ങനെ ചൊല്ലുക. അല്ലാഹുവിനോട് മാപ്പിരക്കുക. യജമാനനായ റബ്ബ് അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നമുക്ക് അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിലെ 21ാം രാവ് വളരെ പ്രധാനമാണ്.
പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, 27-ാം രാവ്, 25-ാം രാവ്, 29-ാം രാവ്, 23-ാം രാവൊക്കെ പ്രതീക്ഷയുള്ളത് തന്നെയാണ്. ലൈലത്തുൽ ഖദർ എല്ലാ വർഷവും ഒരേ രാവ് തന്നെയാണോ? അതല്ല, മാറും എന്നുള്ളതാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഈ വർഷം 21-ാം രാവായി എന്ന് വിചാരിച്ചിട്ട് മുത്തനബി തങ്ങളുടെ കാലത്ത് ആ വർഷം 21-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് അവർക്ക് ബോധ്യമായി എന്ന് വെച്ചിട്ട് എല്ലാ വർഷവും 21-ാം രാവിന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അത് മാറാവുന്നതാണ് എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 21-ാം രാവിനെ ഹയാത്താക്കി നിർത്തിവെക്കാനല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഇമാമുന ശാഫിഈ തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാന്മാര് കൂടുതൽ സാധ്യത കൽപ്പിക്കുകയും മുത്തനബി തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമായ ഒരാവാണ് 21-ാം രാവ്. 27-ാം രാവ് നമ്മളൊക്കെ ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറയും. ആ രാവിനെ കഴിഞ്ഞുപോയ മഹാന്മാര് മുഴുവനും, മുസ്ലിം ഉമ്മത്ത് മുഴുവനും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും സർവ മനുഷ്യരും അല്ലെങ്കിൽ സർവ മുസ്ലിമീങ്ങളും അത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുകയും കൂടുതൽ സാധ്യത പറയുകയും ചെയ്ത രാവ് 27-ാം രാവാണ്. അതിൽ തർക്കമില്ല. പക്ഷേ അത് മാത്രമാണ് ആ രാവ് എന്നുള്ള ധാരണ നമുക്കുണ്ടാവാൻ പാടില്ല. 27-ാം രാവിനല്ലേ ലൈലത്തുൽ ഖദർ, അതിന്റെ മുമ്പൊക്കെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചില ആളുകൾക്കുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞത് വിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാത്രികൾ 5 കൂടുതൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടതും അത് കാര്യമായി ആ രാവുകളെ നമ്മൾ മുതലെടുക്കേണ്ടതുമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസുകളും അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫാത്തിഹയും സൂറത്തും ഓതി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن